മുടിയനായ പുത്രൻ. തോപ്പിൽ ഭാസിയുടെ നാടകമായ മുടിയനായ പുത്രൻ അതേ പേരിൽ തന്നെ സിനിമയായി 1961 ഡിസംബർ 22 പുറത്തിറങ്ങി. തിരക്കഥയും സംഭാഷണവും എഴുതിയത് തോപ്പിൽ ഭാസി തന്നെയായിരുന്നു. ടി.കെ. പരീക്കുട്ടി നിർമ്മിച്ച ചന്ദ്രതാരയുടെ ഈ ചിത്രം സംവിധാനം ചെയ്തത് രാമു കാര്യാട്ട്, ഛായാഗ്രഹണം എ. വിൻസെൻ്റ്, ഗാനരചന പി. ഭാസ്കരൻ, സംഗീതം എം.എസ്. ബാബുരാജ്. പാടിയവർ കവിയൂർ രേവമ്മ, ശാന്ത പി. നായർ, പി. ലീല, കെ. പി. ഉദയഭാനു. സത്യൻ, കാമ്പിശ്ശേരി കരുണാകരൻ, പി. ജെ. ആൻ്റണി, അടൂർ ഭാസി, അംബിക, മിസ് കുമാരി, തോപ്പിൽ കൃഷ്ണപിള്ള, അടൂർ ഭവാനി, പി. എ. തോമസ് തുടങ്ങിയവരായിരുന്നു താരങ്ങൾ. ആൻറ്റി ഹീറോ നായകനാകുന്ന ആദ്യ ചിത്രമെന്ന് ഇതിനെ പറയാനാകും. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. ഇതിലെ കഥ: ധിക്കാരിയായ കള്ളുകുടിയനായ ഏത് സമയവും എന്തിനും തയ്യാറായി കത്തിയുമായി നടക്കുന്ന കളിയിക്കലെ രാജൻ നയിച്ചിരുന്നത് വഴിതെറ്റിയ ജീവിതമായിരുന്നു. കണ്ടവരെയെല്ലാം തല്ലാനും അവരിൽ നിന്ന് പിടിച്ചു പറ്റുന്നത് എടുത്ത് കള്ളുവാങ്ങി മോന്താനും മടിയില്ലാത്തവൻ. ഒരു ദിവസം തൻ്റെ തറവാട്ടിലെ തലപ്പുലയനായ ചാത്തൻ്റെ മകൾ ചെല്ലമ്മയെ അവൻ കയറി പിടിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. രാജൻ്റെ കൈക്ക് കടിച്ചുകൊണ്ട് അവൾ കുതറി മാറിയപ്പോൾ അവളുടെ കയ്യിൽ കിടന്നിരുന്ന കരിവിളകളെല്ലാം പൊട്ടിപ്പോയി. അവളെ പിന്തുടർന്ന് ചാത്തൻ്റെ മാടത്തിൻ മുറ്റത്തെത്തുമ്പോൾ അയാൾ രാധയെ കാണുന്നു. ഒരു കാലത്ത് പരിശുദ്ധമായൊരു പ്രണയബന്ധം രാജനും രാധയും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നവൾ രാജൻ്റെ സഹോദരനായ ഗോപാലപിള്ളയുടെ ഭാര്യയാണ്. ഈ വിവാഹമാണ് രാജനെ ഇങ്ങനെയൊക്കെ വഴിതെറ്റിയവൻ ആക്കിയത്. വിവാഹശേഷം ഗോപാലപിള്ള വേറെ വീട് വയ്ക്കുകയും രാധയുമായി പുതുവീട്ടിൽ ജീവിതം തുടങ്ങുകയും ചെയ്തു. രാജനാകട്ടെ അമ്മയോടും സഹോദരിയോടും പിണങ്ങി ഇനി വീട്ടിൽ കയറില്ലെന്ന് ശപഥം ചെയ്ത് റോഡിലേക്കിറങ്ങി. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതായ രാജൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും തുണയായി നിന്നത് അയൽവാസിയും തൊഴിലാളിയുമായ വാസുവായിരുന്നു. രാജൻ ആകെ ഒരു വഴക്കാളിയായി മാറി. ജ്യേഷ്ഠനെ കാണാൻ രാധാമന്ദിരത്തിൽ ചെന്നപ്പോൾ ജ്യേഷ്ഠത്തിയായി മാറിയ രാധ നൽകിയ കാപ്പി അവൻ വലിച്ചെറിഞ്ഞു. ഗോപാലപിള്ള രാജൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം തനിക്കുണ്ടാവില്ല എന്ന് വിശ്വസിച്ചു. ഒരു ദിവസം കരടി കുട്ടപ്പൻ എന്ന റൗഡിയും അയാളുടെ കൂട്ടാളികളും കൂടി രാജനെ ആക്രമിച്ചു. രാജൻ്റെ കൈയും കാലും ഒടിച്ച് അവശനാക്കി. ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന അവനെ വാസുവും ചാത്തപ്പുലയനും കൂടി ആശുപത്രിയിലാക്കി. അവിടെ നിന്നും സുഖമായി ഡിസ്ചാർജ് ചെയ്തു. അമ്മ വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും അവിടേക്ക് പോകാതെ കഴിഞ്ഞ രാജനെ ചാത്തപ്പുലയൻ തൻ്റെ പുൽമാടത്തിലേക്ക് കൊണ്ടുപോയി. മാടത്തിൻ്റെ മുറ്റത്ത് കിടന്ന് കരഞ്ഞ അവൻ ആത്മപരിശോധന നടത്തി. അവനിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. സ്നേഹം എന്തെന്ന് അവൻ അവിടെ നിന്നും പഠിച്ചു. അവൻ തൻ്റെ ശത്രുക്കളായി കരുതിയിരുന്ന വാസുവും ചെല്ലമ്മയും അവനെ നല്ല മനുഷ്യനാക്കാൻ യത്നിച്ചു. ചെല്ലമ്മയ്ക്ക് അവനോട് പ്രണയം തോന്നി. ഗോപാലപിള്ള ഇന്ന് വലിയൊരു കോൺട്രാക്ടറാണ്. ഒരു നാൾ അയാളുടെ കീഴിലുള്ള പണിക്കാർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണിമുടക്കി. തൊഴിലാളികളുടെ നേതാവ് വാസുവായിരുന്നു. വിജയകരമായി തുടർന്ന പണിമുടക്കിനെ അടിച്ചമർത്താൻ കരിങ്കാലികളെയും ഗുണ്ടകളെയും അണിനിരത്തി. തൊഴിലാളികളും അവരും കൂടി സംഘട്ടനമുണ്ടായി. സംഘട്ടനത്തിൽ കരടി കുട്ടപ്പൻ കൊല്ലപ്പെട്ടു. നിരപരാധിയായ രാജൻ്റെ കത്തിയാണ് കുട്ടപ്പൻ്റെ ജീവനെടുത്തത്. രാജനെയും വാസുവിനെയും പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടു. തന്നേക്കാൾ സമൂഹത്തിന് വേണ്ടപ്പെട്ട വാസു അറസ്റ്റിലായതിൽ രാജൻ വല്ലാതെ മനോവേദനയിലായി. രാജൻ കീഴടങ്ങുവാൻ തീരുമാനിച്ചു. കൊലക്കുറ്റം ഏൽക്കാൻ അവൻ തയ്യാറായി. അതിനു മുമ്പ് അവന് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. തൻ്റെ ഏട്ടത്തിയമ്മയെ രാധയെ കാണുക, കയ്യിൽ നിന്നും ഒരു കപ്പ് കാപ്പി വാങ്ങിക്കുടിക്കുക, ചെല്ലമ്മയുടെ കയ്യിൽ 5-6 കുപ്പിവളകൾ ഇടുക, തനിക്ക് പകരം ചെല്ലമ്മയെ അമ്മയുടെ പക്കൽ ഏൽപ്പിക്കുക. ആ അഭിലാഷങ്ങൾ നിറവേറ്റിക്കൊണ്ട് രാജൻ നിയമത്തിൻ്റെ മുന്നിലേക്ക് നീങ്ങി.